വളരെ പ്രധാനപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റൊരു ദൃശ്യം കൂടി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJP നേതാക്കളുമായും അടുത്ത ബന്ധം. ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണവാതിലുകൾ സമർപ്പണത്തിന് മുൻപ് മുൻ കർണാടക മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയായിരുന്നു എത്തിയത്. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് സദാനന്ദ ഗൌഡ ചടങ്ങിനെത്തിയത്. കർണാടക മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും പരിപാടിക്കെത്തി. 2020 ജനുവരി മാസമാണ് സ്വർണ്ണവാതിൽ സമർപ്പിച്ചത്. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സദാനന്ദ ഗൌഡയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ. സദാനന്ദ ഗൌഡയ്ക്കും ഒപ്പം കർണാടക മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും ഒപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. 2020 ജനുവരി മാസമാണ് സ്വർണ്ണവാതിൽ സമർപ്പിച്ചത്. അതായത് സ്വർണ്ണക്കൊള്ള നടന്ന് ഒരു വർഷത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ജലഹള്ളിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണവാതിൽ സമർപ്പിക്കുന്ന സമയത്ത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സദാനന്ദ ഗൌഡയും കർണാടകയുടെ മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. ആ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. റാഹീസ് റഷീദും ഷിപാലുമുണ്ട്. റാഹീസ്, ആദ്യം നമ്മൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഫോട്ടോ വിട്ടു. ഒപ്പം തന്നെ അടൂർ പ്രകാശ്, ആന്റണി, സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ. ഇപ്പോൾ ഇതാ പുറത്തുവരുന്ന ചിത്രങ്ങൾ. BJP നേതാക്കളുമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമാണ്. അകത്ത് കിടക്കുന്ന തന്ത്രി ഒരു BJP നേതാവിന്റെ ബന്ധു കൂടിയാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാ പാർട്ടിയിലെ ചില നേതാക്കളുമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? റഹീസ് ഋഷി. അരുൺകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അരുൺകുമാർ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ കൂടി മറ പിടിച്ചിട്ടാണ് ശബരിമലയിൽ നിന്ന് വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് പുറത്തു വരുന്നത്, ഇതുവരെ CPIM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ SIT മറ്റും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെങ്കിൽ ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ BJP നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതാണ്. അതിനകത്ത് ഒരു വ്യത്യാസം, സംസ്ഥാനത്തെ കേരളത്തിനകത്തെ BJP നേതാക്കളല്ല, പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർണാടകയിലെ BJP നേതാക്കളുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുള്ളത്. അവിടുത്തെ BJP നേതാക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന, കർണാടകയിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സദാനന്ദ ഗൌഡയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ബംഗളൂരുവിലെ ശ്രീരാംപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിൽ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത്. ആ പങ്കെടുക്കുന്ന സമയത്ത് കേന്ദ്ര ക്യാബിനറ്റിലെ മന്ത്രി കൂടിയായിരുന്നു സദാനന്ദ ഗൌഡ എന്നതാണ് ഇതിനകത്തെ പ്രത്യേകത. മറ്റൊന്ന്, അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരാൾ അന്നത്തെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ BJP നേതാവ് അശ്വന്ത് നാരായണനാണ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് കർണാടകയിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് സ്വർണ്ണപ്പാളിയുടെ സമർപ്പണം അതിൽ നടന്നത്. അതിന്റെ മുഴുവൻ പരിപാടികളുടെയും കോർഡിനേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. പോറ്റിയുടെ താല്പര്യപ്രകാരം, പോറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് BJP നേതാക്കൾ, ഏറ്റവും മുതിർന്ന BJPയുടെ നേതാക്കൾ തന്നെ, ആ ഭരണഘടനാ പദവിയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാൾ ഇത് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്, മറ്റൊരാൾ ഉപമുഖ്യമന്ത്രിയാണ്. ആ തരത്തിൽ അവർ മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ച് ഈ സ്വർണ്ണപ്പാളി സമർപ്പണത്തിന്റെ അവർ ഭാഗമായി. അതിനുശേഷം അവിടെ ഒരു വേദി കെട്ടി ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. 2020 ജനുവരി മാസം 14-ാം തീയതിയാണ് ഈ ചടങ്ങ് നടന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള 2019 തുടങ്ങിയതിനു ശേഷം ഉന്നതരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ കാലയളവിലാണ്, 2020, 2021 കാലയളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ സമയത്ത് തന്നെയാണ് സദാനന്ദ ഗൌഡയെയും
അശ്വന്ത് നാരായണനെയും പങ്കെടുപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ചടങ്ങ് നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുവരെ വന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് ഒരുമിച്ച് കാണണം. റിപ്പോർട്ടർ TV ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും ഓരോ ഘട്ടത്തിലും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതൊക്കെ നേതാക്കളുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്, സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്, അവരോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, സ്വകാര്യ പരിപാടികളിലടക്കം നേതാക്കൾ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീട്ടിൽ സപ്തതിക്ക് വിളിക്കുക, കല്യാണത്തിന് പോവുക, സോണിയാഗാന്ധിക്കൊപ്പം പോയിട്ട് പൂജിച്ച് ചരട് കെട്ടാൻ പോവുക, ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വിൻഡോയിലെല്ലാം ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോരോ ദൃശ്യങ്ങളായിട്ട് കാണും. സദാനന്ദ ഗൗഡ കേന്ദ്രമന്ത്രിയായിരുന്നു, അശ്വന്ത് നാരായൺ ഉപമുഖ്യമന്ത്രിയായിരുന്നു, BJP നേതാക്കളാണ്. ഇവരുമായിട്ടും അടുത്ത ബന്ധം. അടൂർ പ്രകാശ് പലതവണ വീട്ടിൽ പോവുകയും പലതവണ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. സോണിയാഗാന്ധിയുമായി ആന്റണി MP അടക്കം പങ്കെടുത്തത്. കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം രാജു എബ്രഹാമും ഈ ദൃശ്യങ്ങളിലുള്ളത്. സ്വകാര്യ ചടങ്ങുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആതിഥേയത്വം വഹിച്ച ചടങ്ങുകളിലും രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് BJP നേതാക്കളുമായി സദാനന്ദ ഗൗഡയുമായും അശ്വന്ത് നാരായണനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവരുന്നത് 2020 എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ള നടന്നതിനു ശേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി രാഷ്ട്രീയ നേതാക്കളുമായി വലിയ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ ദൃശ്യങ്ങൾ തന്നെ എല്ലാം പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJP നേതാക്കളുമായി ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CPM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനുമായും ഒപ്പം ഇപ്പോൾ പത്മകുമാർ ആണെങ്കിലും ശരി, ഉള്ളിൽ കിടക്കുന്ന N വാസുവാണെങ്കിലും ശരി. അപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും പല ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. അതിന്റെ തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി ശേഖരിച്ചു വെച്ചിരുന്നു. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വാധീനമുണ്ടാക്കിയ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യവും. പാർട്ടിയോ പാർട്ടി നേതൃത്വമോ അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഈ നേതാക്കളുമായിട്ടൊക്കെ വലിയ സൗഹൃദവും സ്വാധീനവും ഒക്കെ ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്നതിന്റെ ചിത്രമല്ലേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, രാഷ്ട്രീയത്തിന് അതീതമായ ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി നേതാക്കളുമായി പ്രമുഖരുമായി പുലർത്തിയിരുന്നു എന്നതിന്റെ ഏറ്റവും തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രങ്ങൾ. അതിന് കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ വ്യത്യാസമില്ല. കർണാടകയിലെ ഉന്നതരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാന തെളിവാണ്. അന്ന് കർണാടകയിൽ സദാനന്ദ ഗൗഡ BJP നിയന്ത്രിച്ചത്. മാത്രവുമല്ല, അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു ആ ചടങ്ങിനെത്താൻ. അങ്ങനെ BJP നേതാക്കളെ കൂടി ആത്മബന്ധം പുലർത്തി അവരെയും ചടങ്ങിനെത്തിക്കാനുള്ള ആ ബന്ധം, അങ്ങനെയുള്ള സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർണാടകയിൽ ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ അരികിലേക്ക് എത്താൻ സഹായിച്ചത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധമുണ്ട്. സംസ്ഥാനത്തെ നേതാക്കളുമായി മാത്രമല്ല, അടൂർ പ്രകാശ്, ആന്റണി തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ, CPIM-ൽ കടകംപള്ളി സുരേന്ദ്രൻ, രാജു എബ്രഹാം അടക്കമുള്ള നേതാക്കൾ, ഇങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാക്കളെയും ഉന്നതരെയും മറയാക്കിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ സ്വർണ്ണക്കൊള്ള ശബരിമലയെ കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നതാണ് ഇനി പുറത്തു വരാനുള്ള വിവരങ്ങൾ. ഏതായാലും ഈ നേതാക്കളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇങ്ങനെ ഒരു സൗഹൃദവും ആത്മബന്ധവും പുലർത്തുമ്പോൾ അവർക്ക് എന്താണ് അതിൽ നിന്നും ലഭിച്ച പ്രതിഫലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ നേട്ടം ഇവർ ഈ സൗഹൃദത്തിൽ നിന്നും ഉണ്ടാക്കിയോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതാണ് അടൂർ പ്രകാശിനെ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇനി തുടർച്ചയായുള്ള പരിശോധനകൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇടപാടുകൾ നടന്നോ എന്നുള്ളതാണ്. ആന്റണിയുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നോ എന്നതാണ്. അതേപോലെ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാം. കടകംപള്ളി സുരേന്ദ്രനുമായും വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ നേതാക്കളുമായും ബന്ധം, ഇനി എത്ര നേതാക്കളുമായി എത്ര ഉന്നതരുമായി ബന്ധം പുലർത്തിയെന്ന് ഏറെ വൈകാതെ തന്നെ അറിയാൻ കഴിയും. അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കമുള്ള തെളിവുകൾ വൈകാതെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 2017 ശബരിമല സന്നിധാനത്തെത്തി പിന്നീട് അങ്ങോട്ട് പല ഘട്ടങ്ങളിലായി പല തട്ടിപ്പുകൾ, അത്
സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കാരണം പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കളാണ് ശബരിമലയിൽ. അത് മണികളിൽ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങൾ, അത് വാജിവാഹനത്തിന്റെ കൈമാറ്റം, ആ ഘട്ടത്തിൽ കൊടിമരത്തിന്റെ പുനർനിർമ്മാണം, അങ്ങനെ തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും ശബരിമലയിൽ നിന്നും വലിയ രീതിയിൽ മോഷണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നത് വ്യക്തമാണ്. അതിൽ ആർക്കൊക്കെ അതിന്റെ പങ്ക് പറ്റി എന്നതാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. ഈ ചിത്രങ്ങളിൽ കാണുന്ന എല്ലാവരും പങ്കുപറ്റിയെന്ന ഇതുവരെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുമില്ല. ഇനി അക്കൗണ്ട് വഴിയോ അല്ലാതെയോ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയോ എന്നത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റഹീസെ. ഒരു സംശയം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, കൂടുതൽ ചിത്രങ്ങളൊക്കെ പുറത്തു വരുമോ? ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വിടുന്നത് റാഹീസ് ആണെന്ന് ചില പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും വരുമോ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്? ചില നേതാക്കൾക്കൊക്കെ നെഞ്ചിടിപ്പുണ്ട്. അവരൊക്കെ അവരുടെ പഴയ പരിപാടികളൊക്കെ പങ്കെടുത്ത് നോക്കുകയാണ്. ബാംഗ്ലൂരിൽ പോയവര്, അതേപോലെ സന്നിധാനത്ത് പോയവര്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ സ്ഥലങ്ങളിലിട്ടും പോയിട്ട് കോൺടാക്ട് ഉണ്ടാക്കുന്ന എർത്തായിരുന്നല്ലോ. അപ്പോൾ ഇനിയും ചിത്രങ്ങൾ പുറത്തു വന്നേക്കാം അല്ലേ റാഹീസ്? അരുൺകുമാർ, നമ്മൾ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് പിന്നാലെ തന്നെ ഈ വിഷയത്തിൻ്റെ കൂടെയുണ്ട്. ഓരോ ദിവസവും ഓരോ തരത്തിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഓരോ ചിത്രങ്ങളും വിവരങ്ങളും കിട്ടുന്നത്. അതുപോലെ അടുത്ത ദിവസവും ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ആ വഴിയിൽ തന്നെ നമ്മൾ ഉണ്ടെന്തായാലും. ഓക്കെ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു പിണറായിയുമായിട്ടുള്ള ഫോട്ടോയുടെ കാര്യം. പിണറായിയുമായിട്ടുള്ള ഫോട്ടോയും ഉണ്ട്, പക്ഷേ അത് ഒരു ഗൂർഖ ജീപ്പ് കൊടുക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ജീപ്പ് കൊടുക്കുന്ന ചടങ്ങാണ്. അതൊരു ഔദ്യോഗികമായ ചടങ്ങാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. DIG അടക്കം നിൽക്കുന്ന സ്ഥലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ താക്കോല് കൈമാറുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് അവിടെ അപ്പോൾ ഇതെല്ലാ ചിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇത് ഇയാൾ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. റാഹീസ് റഷീദെ, ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ നമ്മൾ തുറന്നു വിടുന്നത് ഒരു എപ്സ്റ്റീൻ ഫയലാണോ എന്നതുപോലും പറയാൻ പറ്റൂല. കാരണം എന്തൊക്കെ ഇടപാടുകൾ, ഏതൊക്കെ തരത്തിലാണ് ഇയാൾ സ്വാധീനം ചെലുത്തിയത് ഒന്നും പറയാൻ പറ്റില്ല. വിശ്വാസമുണ്ട്, സ്വർണ്ണമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അല്ലേ റഹീസ്? അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് രീതികൾ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രീതിയാണ്. പലതരത്തിൽ സ്വാധീനം, തന്ത്രിയിൽ സ്വാധീനം ചെലുത്തുന്നു. ഇതിനകത്ത് അയ്യപ്പനെ വിറ്റ് കാശാക്കുന്ന ഒരു ഭക്തൻ, ഒരു പോറ്റി എന്ന ഒരാളെക്കുറിച്ച് നമുക്ക് ഒരു വിശ്വാസമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചിന്തിക്കേണ്ട തരത്തിൽ, അങ്ങനെ ഒരിക്കലും ചിന്തിച്ചാൽ അങ്ങനെ ഒരാൾ ചെയ്യില്ല എന്ന് ഉറപ്പുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പോറ്റി ചെയ്തത്. എന്ന് മാത്രമല്ല, പോറ്റി ചെയ്തതെല്ലാം പോറ്റി റെക്കോർഡിക്കലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ പുറത്തുവിട്ട ചിത്രത്തിലുള്ള നേതാക്കൾക്കൊന്നും സാമ്പത്തികമായ ബന്ധങ്ങളൊന്നും അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഇവർക്കൊക്കെ ഒപ്പമുള്ള ചിത്രങ്ങളെടുത്ത് സൂക്ഷിച്ച് പല സ്ഥലത്തും പോറ്റി വെച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മളിങ്ങനെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു റഹീസ്, താങ്ക് യു റോഷിപാൽ. ചിത്രങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. ഈ തുറന്നു വിടുന്നതിന് ഒരു എപ്സ്റ്റീൻ ഫയൽ ആണോ എന്നുള്ളതാണ്. പാവങ്ങളുടെ എപ്സ്റ്റീൻ എന്ന് അറിയപ്പെടുവോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. ഇല്ലാത്ത ബിസിനസ് ഒന്നുമില്ല. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പലിശയ്ക്ക് പണം കൊടുപ്പ് പരിപാടിയുണ്ട്, അത്യാവശ്യം പൂജ, ഏലസ് ചരട്, ജപിച്ച് കെട്ടൽ പരിപാടിയുണ്ട്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന സ്വർണ്ണം ഉരുക്കി വയ്ക്കുന്ന പരിപാടിയും ഉണ്ട്. നേതാക്കന്മാരുമായിട്ട്, എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാരുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതാണ്. പാവങ്ങളുടെ എപ്സ്റ്റീൻ വല്ലതുമാണോ എന്തോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി, ആർക്കറിയാം. എന്തായാലും നേതാക്കന്മാരുടെ നെഞ്ചിടിക്കുന്നുണ്ട്. പോയി ചെന്ന് പടമെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പ്രതികളാകുന്നില്ല. പക്ഷേ ഇവരുമായിട്ട് പല സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മണ്ഡലത്തിലെ ഒരു വോട്ടറാണെങ്കിൽ 1-2 തവണ കാണുന്നത് മനസ്സിലാക്കാം. 3-4 തവണ കാണുന്നത്, അതും ബാംഗ്ലൂരിലും നാട്ടിലും വെച്ച് കാണുന്നത്. മണ്ഡലത്തിൽ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മണ്ഡലത്തിനുള്ളിൽ മെമൻറ്റോ കിട്ടിയ മുഴുവൻ കുട്ടികളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ പുളിമാത്ത് സ്വന്തം മണ്ഡലത്തിലല്ല. അപ്പം കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലത്തിന് പുറത്ത് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്രയൊക്കെ മെമൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ ഈ മെമൻറ്റോ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ചിലർക്കൊക്കെ സെലക്റ്റീവ് അമ്നീഷ്യയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് ജീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് DGPയുടെ സാന്നിധ്യത്തിൽ പോയി മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരെ ഈ ചങ്ങാതി പോയി എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇവരാരും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാകണമെന്നില്ല. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. നാളെ ഫോട്ടോ എടുക്കുന്ന മനുഷ്യർ ഏതൊക്കെ തട്ടിപ്പിലാണ് വരുന്നതെന്ന്. ഒരു ഫോട്ടോയിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരാരും കുറ്റക്കാരാകുന്നുമില്ല. പക്ഷെ ബന്ധങ്ങൾ ഇയാൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ രീതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ പാർട്ടി നേതാക്കളുമായിട്ടും അടുത്ത ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റാഹീസ് റഷീദാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. റോഷിപാലാണ് വിലയിരുത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ